പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. കേരളത്തിനെതിരായ ഈ നീക്കം ചെറുക്കാൻ UDF സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് MV ജയരാജൻ പറഞ്ഞു. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് തിരിച്ചടിയുണ്ടാക്കുന്ന തരത്തിൽ പാലക്കാട് ഡിവിഷൻ വിഭജനത്തിന് എതിരെയാണ് ഡിവൈഎഫ്ഐ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. സ്റ്റേഷൻ കവാടത്തിനു മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. പാലക്കാട് ഡിവിഷന്റെ ചിറക് ആദ്യം അരിഞ്ഞത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. 2006 പാലക്കാടിന്റെ ഭാഗമായിരുന്ന കോയമ്പത്തൂരിനെ വേർപെടുത്തിയത് കോൺഗ്രസ് സർക്കാരാണ്. നിങ്ങളായിരുന്നു 2006 പാലക്കാട് ഡിവിഷൻ ആദ്യം വെട്ടിമുറിച്ചത്. അന്ന് നിങ്ങൾ 600 കിലോമീറ്ററിൽ അധികം വരുന്ന റെയിൽപാത സേലത്തേക്ക് മാറ്റി. ഇപ്പോൾ BJP 30 കിലോമീറ്റർ റെയിൽപാത മൈസൂരിലേക്ക് മാറ്റി. പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുമ്പോൾ UDF സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ MPമാരാണ് കേരളത്തിൽ കൂടുതൽ. അവർ ഡൽഹിയിലേക്ക് സമരം നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ യോജിച്ച സമരത്തിന് ഇടതുപക്ഷം തയ്യാറാണ്. നിങ്ങൾക്കതിന് ത്രാണിയുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ ധാർമ്മികമായി BJPയുടെ ഈ നടപടിയെ എതിർക്കാൻ കഴിയും? അന്നും ഇന്നും ഇടതുപക്ഷം ഒരു നിലപാടിലാണ്. കേരളത്തോട് റെയിൽവേ കാണിക്കുന്ന കോൺഗ്രസ് ഭരണകാലത്തായാലും BJP ഭരണകാലത്തായാലും നടത്തുന്ന അവഗണനയ്ക്കെതിരായി യോജിച്ച പോരാട്ടം, സഭക്കകത്തും പുറത്തുമുള്ള പോരാട്ടം, ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടം ബഹുജനങ്ങൾ ഏറ്റെടുക്കണം. വിഭജനം കൊണ്ട് കേരളത്തിന് ദോഷമുണ്ടാകില്ലെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വലിയ തിരിച്ചടിയാണ് ഈ വിഭജനം ഉണ്ടാക്കുകയെന്നും MV ജയരാജൻ പറഞ്ഞു. ഡിവൈഎഫ്ഐ നടത്തിയ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയരാജൻ. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് K അനുശ്രീ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ, ട്രഷറർ മുഹമ്മദ് സിറാജ്, PM അഖിൽ, VP ഷിബിൻ, AP അൻവീർ, ഷിബിൻ കാനായി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.